ഹലോ ഗൈസ്, എൻ്റെ കയ്യിൽ എന്താണെന്നറിയോ? 3 കളറുള്ള ബന്ദിയുടെ വിത്തുകൾ നമ്മളെടുത്തിട്ടുണ്ടേ. നമുക്കത് പോട്ടിൽ പാകാം. ചട്ടിയിലെ മണ്ണൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മൾ 3 ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലൊരു ചെടി നിൽപ്പുണ്ട്, അതവിടെ നിന്നോട്ടെ. അടുത്ത ചെടിച്ചട്ടിയിലെ മണ്ണ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തെല്ലാം ചീര വെച്ചിരുന്നതാണേ, മഴയായപ്പോൾ അതെല്ലാം പോയി. അപ്പോൾ നമുക്കിതിങ്ങനെ പാകി മുളപ്പിക്കാനായിട്ട് എടുക്കാം. മണ്ണൊക്കെ ഇളക്കിയിട്ടുണ്ട്. നമുക്കിനി ഓരോ കളറിൻ്റെയും ഓരോ അരികൾ ഓരോ ചട്ടിക്കകത്ത് ഇടാം കേട്ടോ. ഇതെല്ലാം ഒരു കളറിൻ്റെ തന്നെ ഒരു ചട്ടിയിലിടാം. അടുത്ത ചട്ടിയിൽ നമുക്ക് അടുത്തൊരു കളർ ഇടാവേ. 3 കളറ് വിത്തുകളാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഇനി അടുത്ത ചട്ടിയിലും ഇടാം കേട്ടോ. ഇതിലും നമുക്കിടാവേ. ഇങ്ങനെ 3 ചട്ടിയിൽ 3 കളേഴ്സായിട്ട് ഇട്ടിട്ടുണ്ട്. ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മണ്ണ്. ആ മണ്ണ് കുറച്ച് വാരി എടുത്ത് അതിൻ്റെ മീതെ ഇടാം. മണ്ണെടുത്തിട്ടുണ്ട്. നമുക്ക് വാരി ഇടാം കേട്ടോ ഇതിൻ്റെ മീതെ. 3 ചട്ടിയിൽ ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഒരു ചെടി പൂത്ത് തുടങ്ങി ആ ഒരു ടൈമിൽ വിത്തിട്ട് മുളപ്പിച്ച് തൈയാക്കി കഴിയുമ്പോൾ നമുക്ക് പിന്നെ എപ്പോഴും കണ്ടിന്യൂസ് പൂക്കൾ കിട്ടിക്കൊണ്ടേയിരിക്കും. ആ ചെടി പോയി കഴിയുമ്പോൾ ഈ തൈ അങ്ങ് പാകാം. നമുക്കിനി കുറച്ച് വെള്ളം അതിൻ്റെ മീതെ തളിച്ചു കൊടുക്കാം കേട്ടോ. മൂന്ന് ചട്ടിയിലും നനച്ചു കൊടുക്കാം. ഇപ്പോൾ മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ നമുക്കതൊരു മഴ കൊള്ളാത്ത രീതിയിൽ ഈ ചട്ടി പ്ലേസ് ചെയ്യണേ. ഈ മഴവെള്ളം വീണ് തൈ മുളച്ച് കഴിയുമ്പോൾ അത് മഴവെള്ളത്തിൽ അതിങ്ങനെ പതിഞ്ഞു പോകും, പിന്നെ നമുക്ക് കിട്ടില്ല. അങ്ങനെ ഇവരെ 3 പേരെയും ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ മുളച്ച് നിൽക്കുന്ന കൂണും മുളകും വഴുതനയൊക്കെ വെയിലത്തോട്ട് മാറ്റാം. എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. സീഡ് ട്രേകൾ തന്നെ വേണമെന്നൊന്നുമില്ല വിത്ത് മുളപ്പിക്കാൻ. നമുക്ക് സമയവും ഒരു താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ ഇതൊക്കെ കണ്ടോ, തൈര് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ബോക്സുകളാണ്. അങ്ങനെയുള്ള ബോക്സുകളിലൊക്കെ മുളപ്പിച്ചെടുക്കാം. ഇച്ചിരി സമയമൊക്കെ കൊടുത്തുന്ന ഇവരൊക്കെ നല്ലപോലെ നമുക്ക് തിരിച്ച് വിളവ് തരും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട തണ്ട് മധുരക്കിഴങ്ങിൻ്റെ ആൾ ഉഷാറായിട്ടുണ്ട്. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വെയിലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ.